Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്ന് പി അൻവർ MLA. പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് KPCC പ്രസിഡന്റിനോട് താൻ പറഞ്ഞിരുന്നതായി പി അൻവർ പറഞ്ഞു. പൊന്നാനി പീഡനക്കേസ് ഡിവിഷൻ ബെഞ്ച് തള്ളി എന്ന പ്രചരണം ശരിയല്ലെന്നും അൻവർ പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്ന് പല പ്രവർത്തകരും DMK-യുമായി ബന്ധപ്പെട്ടൊരു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഞാനത് 3 ദിവസം മുമ്പ് ചേലക്കരയിൽ KPCC പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ആവശ്യം ഇപ്പോൾ എത്ര % ആയെന്നറിയോ? അല്ല, ഇത് ഇവിടുത്തെ നോക്കണ്ട. ഇവിടെ എപ്പോഴും സജീവമല്ല ബൂത്താണ്. പൊതുവിൽ കുറവാണ്. എന്താ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു കോൺഗ്രസ്. അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത്. അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്തതുകൊണ്ടാണ്. 58. അല്ല, ഞാൻ KPCC പ്രസിഡന്റിനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സുധാരേട്ട, ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ കിട്ടിയ വിവരം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ്. ഒരുപാട് കാലത്തിന് ശേഷം കൈപ്പറ്റിച്ചിട്ട് വീണ്ടും വോട്ട് കുത്തിവരുന്നില്ലേ? അതെ, അതിൽ നമുക്കതിൽ എന്താ പറയുക, ഒരു പ്രയാസം തോന്നിയിട്ടില്ല. അല്ല, അത് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും. യഥാർത്ഥത്തിൽ പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു. കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അല്ല, 5 ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ. അല്ല, അത് രണ്ട് ഇഷ്യൂ ആണ്. പാലക്കാടത്തെ കാര്യം നമുക്കറിയാലോ. അവിടെ ഫാസിസ്റ്റ് BJP സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. മാത്രമല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം RSSനും BJPക്കും എതിരെയുള്ള കേരളത്തിലെ CPM നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് RSSനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം. അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നാളെ നമ്മളെന്തായാലും 140 സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ അടിയൊഴുക്കുണ്ട്. ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും 20,000 വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം. 20,000 വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് 1000% എനിക്ക് ഉറപ്പാണ്. തള്ളിയിട്ടില്ല. ഇങ്ങനെ വാർത്ത കൊടുക്കരുത്. കോടതി എന്താ പറഞ്ഞത്? അതായത് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു
മജിസ്ട്രേറ്റിനോട് ഇതിൻ്റെ മുകളിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഫസ്റ്റിൽ വന്നത്. അപ്പോൾ ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് പരാതി കൊടുത്തു. ഹൈക്കോടതിയുടെ ഈ ഓർഡർ ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും. അതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. ഡിവിഷണൽ ബെഞ്ച് ഇന്ന് എന്താ പറഞ്ഞത്? മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളതിൻ്റെ മുകളിൽ തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് യുക്തമെന്ന് തോന്നുന്ന, ശരിയെന്ന് തോന്നുന്ന, നീതി എന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾ എടുത്തോളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ല, കേസെടുക്കാനുള്ള ഒരു ഇതല്ലേ ഡിവിഷൻ ബെഞ്ച് വേണ്ടെന്ന് പറഞ്ഞത്? കേസെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഉറങ്ങുന്ന മുമ്പുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത്. എന്ത് കേസ്? ഇത്ര കേസ്? കേസ് താങ്കളുടെ കൂടെയുള്ള മന്ത്രി റിയാസിനെതിരെ പറയണം എന്ന് പറഞ്ഞ തരത്തിലുള്ള ഓഡിയോ അല്ല. അപ്പോൾ വാർത്തകൾ വരുന്നത് റിയാസിനെതിരെ 25 ലക്ഷം അവിടെ പിടിച്ച കാര്യമാണ്. അത് അദ്ദേഹം കാണിച്ചു തന്നാണ്. അത്രയേ ഉള്ളൂ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കാൻ പറ്റും. അപ്പോൾ കൂടെ ഉള്ളവരത് കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടാണ്? ഞാൻ സുഖമായിട്ട് നിന്നൊന്നും ഉറങ്ങി. 10 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. 2 മണിക്കൂർ 3 മണിക്കൂറാണ്. ഇന്ന് 1 മണിക്കൂറിന് ശേഷം ഉറങ്ങി. ആരാ പറഞ്ഞ്? ആരാ പറഞ്ഞത്? ഒരാളെ പറയും. അങ്ങനെ വെറുതെ ഒരു ശബ്ദം വരുമോ? UDF എന്ന് ആര് പറഞ്ഞു? മറുപടി ഞാൻ പറയുന്നത്. UDFൽ നിന്ന് ആര് പറഞ്ഞു? പൊതു ഇല്ലല്ലോ. ഒരാളങ്ങനെ പറയാത്തൊരു ശബ്ദം ഉണ്ടാവും. UDF എന്ന് ആര് പറഞ്ഞു? LDF എന്ന് ആര് പറഞ്ഞു? അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് കിട്ടില്ലെന്ന് ആളെ പേര് പറയുങ്ങൾ. പേര് പറഞ്ഞാൽ മറുപടി ഇപ്പോൾ പറഞ്ഞുതരാന്ന്. പിന്നെ നമ്മൾ ആത്മവിശ്വാസം. നമ്മൾ 10,000 വോട്ട് പിടിക്കാൻ പോയതാ. നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്താ പറയുക ഇഷ്യൂസിൻ്റെ മുകളിൽ അതിൻ്റെ ഈ കേരളത്തിലെ നമുക്കറിയാമല്ലോ അതിപ്രസരമുള്ള രാഷ്ട്രീയമുള്ള നാടാണ്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത നാട്ടിലേക്കാണ് പോയത്. പാറപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനില്ല, സകല സ്ഥലത്ത്. ആ പാറയിൽ പോയി കുഴിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത്. അവിടെയാണ് ഞാൻ നിവർന്നു നിന്ന് നിങ്ങളോട് പറയുന്നു, 20,000 വോട്ടിൻ്റെ മുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ജയം വരെ എത്താം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.